ഏവർക്കും നമസ്കാരം. ന്യൂ ഇന്ത്യ സിറ്റിസൺ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ റോഡിൽ നിന്നും വ്യത്യസ്തമായി നാഷണൽ ഹൈവേകളിൽ നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് ഡ്രൈവിംഗ് എന്ന കലയിൽ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് സാധാരണ ഒരു റോഡിലൂടെ വാഹനവുമായി യാത്ര ചെയ്യുമ്പോൾ എതിർഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തീർച്ചയായും നമുക്ക് വേണ്ട പരിഗണനകൾ തരാറുണ്ട്. തീർച്ചയായും നമ്മളും അങ്ങനെ തന്നെയാണ് വാഹനങ്ങൾ ഓടിക്കാറുള്ളത്. പക്ഷേ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പുതിയ നാഷണൽ ഹൈവേകളിലെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതാത് സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി നമ്മൾ സ്വീകരിക്കേണ്ട സ്പീഡിനെ കുറിച്ചും ഏത് ട്രാക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വിശദ വിവരങ്ങൾ ശിലാഫലകങ്ങളിൽ നൽകിയിട്ടുണ്ടാകും. ടൂ വീലറുകൾക്കും ഓട്ടോകൾക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള യാതൊരുവിധ പരിഗണനയുമില്ല എന്ന് ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ഓട്ടോ പാർക്ക് ചെയ്തത് ശരിയായ ദിശയിലല്ല. എക്സിറ്റ് എൻട്രി ഉള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് നിങ്ങൾ പാർക്ക് ചെയ്ത് ആ വാഹനത്തെ സ്ക്രീനിൽ കണ്ടത്. മോട്ടോർ വാഹനങ്ങൾക്കും, അതായത് കാറുകൾ, ലോറികൾ എന്നിവയ്ക്ക് ഓരോ സ്ഥലങ്ങളിലും നിഷ്കർഷിച്ചിട്ടുള്ള സ്പീഡിൽ മാത്രമേ സഞ്ചരിക്കാവൂ. റോഡിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വേഗതയിൽ കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്താൽ തീർച്ചയായും നമുക്ക് പിഴ വീട്ടിലേക്ക് ചലാനായി വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർച്ചയായി മഞ്ഞ വരകൾ റോഡിൽ കാണുന്നത് അതിനടുത്ത് തന്നെ ഒന്നുകിൽ എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി എന്നീ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. തീർച്ചയായും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു ഫോർ വാച്ചിങ്.